അസ്സലാമു അലൈക്കും എവരി വൺ. ഇന്ന് ഞാൻ പോക്കറ്റ് റൊട്ടി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ നോർമൽ കുബൂസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 4 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇളം ചൂടുള്ള വെള്ളം. ഇവ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ഒരു പരുവാക്കി വെള്ളമൊക്കെ ആവശ്യത്തിന് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്തിരി സ്റ്റിക്കി ആയാലും കുഴപ്പമില്ല, പക്ഷേ പരത്തുമ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്താക്കിയാൽ മതി. ഏകദേശം ഡോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുഴച്ചൊന്ന് ഇറക്കിയാൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചു ശേഷം മുകളിൽ എണ്ണ തടവിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാലാവസ്ഥക്കനുസരിച്ച് റെസ്റ്റ് ചെയ്യുക. ഞാനിവിടെ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്തു. അത്യാവശ്യം ഡബിൾ ചെയ്ത് വന്നു. ഇനി പൊടി സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇത് നമുക്ക് ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ ബോളും നമ്മൾ എത്ര സൈസിലാണ് ഈ റൊട്ടി ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബോളിൻ്റെ സൈസ് ആക്കി കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് റൗണ്ടാക്കി മാറ്റി വയ്ക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ കൈകൊണ്ട് പരത്തിയ ശേഷം ഇതിലോട്ട് എന്ത് ചെയ്യുക, ഓയിൽ, ഇവിടെ ഞാൻ ഒലീവ് ഓയിലാണ്, ഏത് ഓയിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചുരുട്ടി കൊടുക്കാം, ഓയിൽ പുറത്ത് പോവാത്ത വിധം. ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊരു പോക്കറ്റ് പോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ നോർമലി ചുട്ടെടുക്കുമ്പോൾ പഫായിട്ട് വന്നാലും കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിലോട്ട് എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം കേട്ടോ. അതായത് മീറ്റോ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമായിട്ടും സോസൊക്കെ ചേർത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ മറിച്ചിട്ട് കൊടുത്താൽ ഇതെന്തായാലും പൊങ്ങി വരും. പരത്തിയെടുക്കുമ്പോൾ ആവശ്യത്തിന് തിക്നെസ് ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ ചുട്ടെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ചൂടാണ്ട് മീഡിയം ഫ്ലെയിമിൽ ചുട്ടെടുക്കുക. അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കരിയൂല വേഗം. ഓക്കെ, ഇങ്ങനെ ഈ പഫി ആയിട്ട് വരുന്ന ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹാഫായിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എൻഡ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് കുറേ ഫില്ല് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിഡിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കണ്ടോ നേരെ ഓപ്പണായി കിട്ടുന്നുണ്ട്. വേണ്ട വെജിറ്റബിൾസ് ഫില്ല് ചെയ്യാം. ഞാനിവിടെ കക്കിരിക്കും ക്യാരറ്റും റൗണ്ടിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ട് മിൻസ്ഡ് മീറ്റും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മിൻസ്ഡ് മീറ്റും ഇട്ട് കൊടുത്തിട്ട് എൻ്റെ കയ്യിലുള്ള സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കപ്പോൾ കറിയൊന്നും ഉണ്ടാക്കണ്ട. ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ഫില്ലിംഗ് ആണ്. ഇത് സ്നാക്കായിട്ട് കൊടുക്കാം, ഡിന്നറായിട്ട് കഴിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്